യേശുപ്രഭുവിൻ്റെ കാലടികൾക്ക് പാപത്തിൻ്റെ പുഴ കടന്ന് മനസ്സിൻ്റെ പാടുകൾ ചുംബിച്ച് കണ്ണീരോടെ എന്ത് ചെയ്യുന്നു എന്ന് ആര് ചോദിക്കുന്നു എന്നാണ് അർത്ഥം. അത് ഒരു ആരാധനയുടെ മധ്യഭാഗം. അതാണ് ആരാധനയുടെ അടയാളം. പ്രഭു നമ്മോട് എത്രമാത്രം സ്നേഹം കാണിക്കുന്നു എന്നത് നമ്മൾ ചുംബനം നൽകി പാടലായി കണ്ണീരോടെ തൊട്ട് പാടലിൻ്റെ തലവരകളിലും ദേഷ്യവും ദുഃഖവും തുടച്ചു. അതാണ് ആ ആരാധനയുടെ സാരം. അവൾ ആരാധിക്കുന്നു. പാപം ആത്മരാളുകളായിട്ടാണ് ആരാധിക്കുന്നത്. അമ്മ പാപം ഇല്ലാതായി, ക്ഷമിക്കപ്പെട്ടു, ദൈവത്തിൻ്റെ സ്തോത്രം. ആരാധനയിൽ നിന്ന് നിന്റെ പാപം ക്ഷമിക്കപ്പെടും. ആരാധനയിൽ നിന്ന് നിന്റെ രോഗങ്ങൾ മാറും. ആരാധനയിൽ നിന്ന് നിന്റെ ബന്ധങ്ങൾ തളരുന്നു. ആരാധനയിൽ നിന്ന് ദുഷ്ടാത്മാവ് ഒഴിഞ്ഞു പോകുന്നു. ആരാധനയിൽ നിന്ന് ഇരുട്ടിന്റെ ശക്തികളെല്ലാം പിന്മാറുന്നു. അതുകൊണ്ടാണ് ആരാധിക്കുമ്പോൾ നീ പുതിയ ശക്തിയും അഭിഷേകവും പ്രാപിക്കുന്നത്. അതിനാൽ സഹോദരി, ഈ ആരാധന വേണമെന്ന് നീ ആഗ്രഹിക്കുമ്പോൾ ദൈവം ആരെയും നിന്റെ ജീവിതത്തിൽ വലിയവനായി, നല്ലവനായി, രുചി കണ്ട് അനുഭവിച്ച് ഉത്തമനാണെന്ന് അറിയാൻ അനുവദിക്കും. നീ ആരാധനാഭാവത്തോടെ ദൈവത്തെ സ്തുതിച്ചാൽ അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കും.